നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് അനി നന്ദുവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുവാണ്. പകൽ സ്വപ്നം കണ്ട് അനി ഒരു നിമിഷം നിന്നു. കാരണം നന്ദുവിന്റെ വീട്ടിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും പോയിട്ടുണ്ട്. കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കിയിട്ടായിരിക്കും അവര് മടങ്ങി വരുന്നത്. അങ്ങനെയാണ് അനാമികമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയ ഉടനെ തന്റെ നന്ദുവിന്റെ വിവാഹം നടക്കും. എത്രയോ കാലത്തെ ആഗ്രഹം അത്. അങ്ങനെ ആ ഒരു അസുലഭ നിമിഷം വരാനായിട്ട് പോകുവാണ്. ആ ഒരു ചിന്തയില് ദിവാസ്വപ്നം കണ്ട് കുറെ സമയം അനി എങ്ങനെ നിന്നു. അനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം വരുന്നത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തില്ല. ഒരു കണക്കിന് അനാമിക കർണത്തടിച്ച് നന്നായി. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നേ. മുത്തശ്ശനും മുത്തശ്ശിയും നന്ദുവിന്റെ വീട്ടിലേക്ക് പോകാൻ കാരണം അതല്ലേ. അതൊക്കെ ഓർത്ത് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് അനി നേരെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ദേവേനയും നയനയും കൂടെ സംസാരിച്ചിരിക്കുക. അപ്പൊ മുത്തശ്ശിയും കൂടെ പുറത്തു പോകുന്നുണ്ടു. എങ്ങോട്ടാ പോകുന്നതെന്ന് അവര് കൃത്യമായിട്ട് വിവരങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ എങ്ങോട്ടായിരിക്കും പോയെന്നൊക്കെ ഓർത്ത് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് എന്നിട്ട് നയനയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. നയനെ അടുത്തിന്ന് വിളിച്ചോണ്ട് നയനെ കയ്യെ പിടിച്ചിട്ട് അങ്ങോട്ട് വട്ടം കറക്കുവാണ്. നയന പറഞ്ഞു, വിടറാ, എനിക്ക് തല ഇറങ്ങുന്നുണ്ട്, വിടാനീന്ന് പറഞ്ഞു. പക്ഷെ അനി വിട്ടില്ല. അപ്പോഴേക്കും ദേവേനിച്ചു, നിനക്ക് എന്താടാ, എന്ത് വിട്ടു നിനക്ക്? നീ എന്താ ഈ സമനില തെറ്റിയ പോലെ പെരുമാറുന്നേ? സമനിലയോ? എന്നെ കണ്ടിട്ട് വെല്ലുമ്മയ്ക്ക് തോന്നുന്നുണ്ടോ സമനില തെറ്റിയെന്ന്? ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. അതേ മനസ്സിലായി, ഭയങ്കര സന്തോഷത്തിലാന്ന്. സന്തോഷത്തിന്റെ കാരണം എന്താ? അതൊക്കെയുണ്ട്. ആ കാരണമൊന്നും ഇപ്പം പറയാൻ പറ്റുന്ന കാരണമല്ല. അതൊക്കെ പിന്നീട് നിനക്കും മനസ്സിലാക്കിക്കോളൂ. അതും പറഞ്ഞിട്ട് അനി ഒരു ശൂളം കുത്തി അങ്ങോട്ടേക്ക് പോവാണ്. ചൂളം അടിച്ചു പോകുന്ന കണ്ട് കഴിഞ്ഞപ്പോ ദേവേന്റെ ഇവനിത് എന്തു പറ്റി? ഇന്നലെ വരെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരുന്ന ആളാ. പെട്ടെന്ന് ഇങ്ങനെ അവന് മനമാറ്റത്തിന് കാരണം എന്താ? നായന പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാകത്തെ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ദേവേന് പറഞ്ഞു, അതിന്റെ കാരണം നന്ദു ആണോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് തോന്നി ഇനിയിപ്പം നന്ദു ഇവനെ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് നന്ദു ഇനി എന്തേലും പറഞ്ഞു കാണോ? എന്ത് പറയാനായിട്ട്? നന്ദു ചിലപ്പോ പറഞ്ഞോന്നറിയില്ല. ഇനി കാത്തിരിക്കാന്നോ മറ്റോ. അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടക്കുന്നോടം വരെയേ. അപ്പോഴേക്കും നയന പറഞ്ഞേ, അതൊന്നും നടക്കുന്ന കാര്യമില്ല അമ്മയ്ക്ക് അറിയാലോ. വീട്ടില് അവളുടെ ആ സിയയുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചു മട്ടില്ല. അതൊക്കെ അവര് തമ്മിൽ തീരുമാനിച്ചേക്കുന്നല്ലേ. പക്ഷെ നന്ദു ഇതുവരെയായിട്ടും അതിന് പച്ചക്കൊടി ആ സിഗ്നൽ കാണിച്ചിട്ടില്ലോ. അപ്പൊ ഒരു പക്ഷേങ്കില് അവൾ എന്തേലും പറഞ്ഞു കാണുമായിരിക്കും അനിയോട്. കാത്തിരിക്കാൻ പറ്റും എന്തേലും. അപ്പൊ അതിന്റെ ഒരു സന്തോഷമായിരിക്കും. എന്തോ ഒരു കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാ എനിക്കും തോന്നി. അതെ, അനി സന്തോഷിക്കണമെങ്കിൽ ഒരേ ഒരു കാരണം മാത്രമേ കാണുള്ളൂ. അത് നന്ദുവാണ്. നന്ദു അനിയും തമ്മിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവൻ ഇത്ര ഇങ്ങനെ സന്തോഷിച്ച് കാണില്ല. അവർക്ക് ആ കാര്യത്തില് ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അതിനുശേഷം നയന മുറിയിലേക്ക് ചെല്ലുമ്പോ ആദർശ് ലാപ്ടോപ്പ് ജോലി ചെയ്യുന്നു. ആദർശനോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, അനി ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നുണ്ട്. സന്തോഷത്തിൽ തുള്ളിച്ചാടാൻ? അതെ ആദർശേട്ട, കാര്യം എന്താന്ന് വെച്ചിട്ട് അവനൊന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും നന്ദുവായിട്ട് ബന്ധപ്പെട്ട എന്തേലും കാര്യമായിരിക്കും. ആദർശേട്ടനും അങ്ങനെ തോന്നിയോ? അതെ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ നയനെ. സാധാരണ അവന്റെ സന്തോഷം എന്താണെന്നറിയാലോ. അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരേ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അനാമിക എങ്ങനെയും ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്ന ഓർക്കുമ്പോ അതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ എനിക്ക്. അത് ശരിയാ. പക്ഷെ എന്താന്ന് അവൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വേണു വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും അവിടേക്ക് സിഎനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി ചേർന്ന് ചില പ്ലാനുകൾ നടത്താനായിട്ട് അങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെ സിഐ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, ആ മൂർത്തി എന്റെ കൺമുന്നിൽ വെച്ച വേണുവിന്റെ കർണത്തടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സിഐ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അങ്ങേർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കാൻ പോവാ. അതിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കോടതി കേസ് എത്തിക്കഴിയുമ്പോൾ അയാൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അയാളെയും കൊച്ചുമോനും ഒരുമിച്ച് ജയിലിൽ കിടത്തണം. എന്നെയും വെല്ലുവിളിക്കുന്ന മട്ടിലല്ലേ അയാൾ ചെയ്തേ. പോരാത്തന് എന്നോടും പറഞ്ഞു, നിങ്ങളുടെ കർണത്തടിക്കുന്നില്ല പോലും, പക്ഷെ അടിച്ചതിന് തുല്യമാണ് അയാൾ ചെയ്തേ. വേണു പറഞ്ഞു, അത് മാത്രമാണോ? ലോക്കപ്പിൽ കൊണ്ടുപോയി ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ് എന്നെ തല്ലി ചതച്ചില്ലേ, അതിനൊക്കെ പ്രതികാരം എനിക്ക് ചെയ്തേ മതിയാവുള്ളൂ. സിഐ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. വക്കീല് പറഞ്ഞു, ഞാൻ വേണുവിനോട് ഒരു പരാതി എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്, വേണുവിന്റെ മോളോട് നല്ല രീതിയിൽ തന്നെ. സിഐ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഒരു പരാതി അങ്ങോട്ട് മേടിക്കുക, പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഒരു രീതിയിലും പുറത്തിറങ്ങാത്ത വിധം നമുക്ക് അങ്ങോട്ട് പൂട്ടാം. ഇനിയിപ്പോൾ അടുത്ത കേസ് വിളിക്കണ സമയത്ത് മുത്തശ്ശനും കൊച്ചുമോനും അകത്ത് കിടക്കട്ടെ.
അല്ലെങ്കിലും എൻ്റെ കല്യാണം നടക്കണം. എൻ്റെ കല്യാണ സമയത്ത് അവന് അനി പുറത്തായിരിക്കരുത്, അവൻ അകത്തായിരിക്കണം. വേണു പറഞ്ഞു, അതൊക്കെ നടക്കുമോ സാറേ, അതൊക്കെ ഉറപ്പായിട്ട് നടക്കും, നടക്കാതെ ഇരിക്കത്തില്ല എന്ന് പറയണം. അല്ലെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ അല്ലല്ലോ. നടക്കാതിരിക്കാനായിട്ട് അതിനുള്ള കാരണമൊന്നുമില്ല. അപ്പോഴേക്കും വക്കീല് പറഞ്ഞു, അല്ല ഞാൻ കേട്ടിടത്തോളം ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിന് ആ അനിയെ ഭയങ്കര ഇഷ്ടമാണ്, തിരിച്ച അനിക്കും അതുപോലെ തന്നെയാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു. എൻ്റെ വക്കീൽ സാറേ, അങ്ങനെയൊന്നുമില്ല. അവളുടെ വീട്ടുകാർക്ക് സമ്മതമാണ് ഈ കല്യാണത്തിന്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കല്യാണം നടത്തും. അവർക്ക് അതിനകത്തൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. ആ സമയത്തിന് അനിയുടെ മുത്തശ്ശൻ എന്ന് പറയുന്ന ആ കിളവനെ പിടിച്ചകത്തിടണം. സേ പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നമ്മൾ കുരുക്കുന്ന വലയിൽ ഈ തവണ ഉറപ്പായിട്ടും അവർ കുരുങ്ങും, അതിനൊരു വ്യത്യാസം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് അവർ പിരിയണേ. ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കനകയുടെ ഗോവിന്ദന്റെ വീട്ടിലേക്ക് ചെല്ലുക. മുത്തശ്ശനും കൂടെ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് കനക ചോദിച്ചു, അല്ല മൂർത്തി സാറേ, അനിയുടെ കാര്യം എന്തായി? അവന് കുഴപ്പമൊന്നുമില്ല. അല്ല, കുറെ പൈസ ചോദിച്ചില്ലേ, 20 കോടി എങ്ങാണ്ട് ചോദിച്ചില്ലേ? 20 കോടി ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, അത്രം പണമൊക്കെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു മൂർത്തി സാറേ. അതെ, 20 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാലോ. ഇപ്പോഴത്തെ വേണുവിന്റെ കടമൊക്കെ വീട്ടിയിട്ട് വേണുവിനും മകൾക്കും ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയിരുന്ന. പിന്നെ ഞാനിത് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അനന്തപുരിക്കാരി ആശയക്കാരായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നവരാ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവർ തന്നെയാ. പക്ഷെ അതിനിടയ്ക്കിലേക്ക് ചുമ്മാ ഓസി പൈസ വാങ്ങിക്കാനായിട്ട് ഒരുത്ത് കയറി വന്നാൽ അങ്ങനെ കൊടുക്കാനായിട്ട് ഒരിക്കലും ഞാൻ തയ്യാറാവില്ല. കനക പറഞ്ഞു, അത് ശരിയാ മൂർത്തി സാറേ, അതൊരിക്കലും കൊടുക്കരുത് നമ്മള്. അല്ലെങ്കിലും അവളും അവളുടെ വീട്ടുകാരും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ വീട്ടിലേക്ക് കയറി കൂടിയത്. എന്നിട്ടോ ആ ന്യൂസ് ചാനലിനകത്ത് പോയിരുന്ന് സാറിനെ കുറിച്ച് വളരെ വളരെ മോശമായിട്ട് പറഞ്ഞില്ലേ? അതുകൂടാതെ എൻ്റെ മോളെ പോലും വെറുതെ വിട്ടില്ലല്ലോ. അനിയുടെ ജീവിതം തകർത്ത് കളഞ്ഞില്ലേ അവള്? അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ, അനിയുടെ ജീവിതം തകർത്ത് കളഞ്ഞു. ഇനി അധികം വൈകാതെ അവളും അനിയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കും. അത് നടന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദുവിന് ഭയങ്കര സന്തോഷമാണ്. മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അനി വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ കല്യാണം ആലോചിക്കാനും കൂടെ വന്നതെന്ന് അറിഞ്ഞപ്പോൾ നന്ദുവിന് ഇരട്ടി സന്തോഷം. അങ്ങനെ നന്ദു കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോളുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ? അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് ആ വേണുവിനെ പിടിച്ച് നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്ത് വിട്ടു. കൈകാര്യം ചെയ്ത് വിട്ടോ? അത് നല്ല കാര്യമായി മോളെ എന്ന് കനക പറഞ്ഞു. അത് കുറെ നാളായി അയാള് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നേ. കണ്ടില്ല കേട്ടില്ല നടിച്ച് എത്ര നാളെന്ന് വെച്ചാൽ പോകുന്നേ. അയാൾക്കെതിരെ 2-3 പേര് കംപ്ലൈന്റ് വന്നു. അതിന്റെ പേരിൽ അയാളെ നന്നായിട്ടെടുത്ത് കൈകാര്യം ചെയ്തേ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതിന് പിന്നെ ഞങ്ങൾക്ക് അറിയരുതോ? മോൾ ഇത് വെറുതെ വിടാൻ പോലും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്കും കനക പറഞ്ഞു, അതെ, മോളൊരു കാര്യം ചെയ്യാം, പോയി ഫ്രഷ് ആയിട്ട് വാ. വന്ന ഉടനെ അല്ലേ നന്ദു പറഞ്ഞു, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. അതും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. നന്ദുവിന് ഭയങ്കര സന്തോഷം. അവര് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കട്ടെ എന്ന് കരുതിയാ. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, നന്ദു ആളും ഇടിക്കുക. നന്ദുവിന് ഈ ജോലി എന്തുകൊണ്ടും ചേരും. നന്ദു വന്നതിന് ശേഷം ഒത്തിരി ക്രിമിനലുകളൊക്കെ കുറഞ്ഞോട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാ. വെട്ടൊന്നും മുറിരണ്ടെന്നുള്ള സ്വഭാവമല്ലേ. അവൾ മുഖം നോക്കാൻ നടപടിയെടുക്കും. എടോ ഗോവിന്ദ, അങ്ങനെയുള്ള പെൺകുട്ടികൾ വേണം. അല്ലാതെ വല്ലവരും വല്ലതും പറഞ്ഞ ആ പണത്തിന് വേണ്ടിയിട്ട് ആ പുറകെ പോവരുത്. നമ്മൾ നേരെ വാ നേരെ പോന്നുള്ള പ്രകൃതക്കാരായിരിക്കണം. കനക പറഞ്ഞു, ആ കാര്യത്തിൽ എന്നെ നന്ദൂട്ടനെ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കൈക്കൂലി കൊടുത്തൊന്നും എന്നെ നന്ദൂട്ടനെ ഒതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഗോവൻ ചോദിച്ചു, അല്ല മൂർത്തി സാറൊക്കെ വന്ന് വെറുതെ വരില്ല എന്നറിയാം, ഒരു കാര്യമില്ലാതെ. അത് പിന്നെ അനിയുടെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ. അനിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി. ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അനാമികയായിട്ടുള്ള വിവാഹം, അവളെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു അഭിപ്രായം തന്നെ കിട്ടിയത്. പക്ഷെ അവളൊരു ക്രൂരത അല്ല, അവളിങ്ങനത്തെ ഇത്തരക്കാരിയാന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അവളും അവളുടെ വീട്ടുകാരും അവൾ ചെയ്ത ക്രൂരതകളൊക്കെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ആ തെറ്റ് തിരുത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അധികം വൈകാതെ അനിയും അനാമികയുമായിട്ടുള്ള വിവാഹമോചനം നടക്കും. അതിനുശേഷം എനിക്കൊരു ജീവിതം വേണമല്ലോ. അനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ നിങ്ങൾക്കും എന്താണെന്ന് അറിയായിരിക്കും. അത് കേട്ടപ്പോൾ കനക ഗോവിന്ദനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾ നന്ദുവിന് ആലോചിച്ചുകൊണ്ട് വന്ന ഞങ്ങളുടെ അനിക്ക് വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ കനക ചോദിച്ചു, അല്ല അത് പിന്നെ മൂർത്തി സാറേ,
ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞ നിങ്ങളോടും കൂടെ അഭിപ്രായം ചോദിക്കാന്ന് കരുതി. അനാമികൻ തമ്മിലുള്ള കല്യാണത്തിന് ശേഷം അവർ തമ്മിൽ മാനസികമായിട്ടൊരു പൊരുത്തോ ശാരീരികമായിട്ടൊരടുപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ഉറപ്പായിട്ടും പോവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു ജീവിതം വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അനിയുടെ മനസ്സിലാണ് നന്ദു മാത്രമേ ഉള്ളൂ. അതവൻ തുറന്നു പറയുകയും ചെയ്താ. ഇനിയിപ്പൊ അവൻ ഏത് പെണ്ണിനെ കൊടുത്താലും അതൊന്നും അവന് സെറ്റ് ആവാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചേ. അപ്പോഴേക്കും കനക പറഞ്ഞു, മൂർത്തി സാറെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. ആ സി എ ആയിട്ടുള്ള കല്യാണം ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുക. പക്ഷെ അയാളുമായിട്ടുള്ള കല്യാണമൊക്കെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാനും ഒരു പക്ഷേ ഇപ്പൊ അനിയുടെ അമ്മ ഈ ബന്ധത്തിന് സമ്മതിക്കുമായിരുന്നെങ്കിൽ അനിയുടെ അമ്മ ഈ ബന്ധത്തിന് സമ്മതിച്ചോ എന്ന് ചോദിച്ചു. ഏ ജാനയ്ക്ക് അറിയില്ല, അതാ പറഞ്ഞത്. അവരൊരിക്കലും ഇനി സമ്മതിക്കുമെന്ന് തോന്നില്ല. പെറ്റമ്മയല്ലേ, പെറ്റമ്മേനെ എതിർത്തിട്ട് എൻ്റെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് എനിക്ക് ഒരിക്കലും ഒരുക്കുമല്ല. അനിയുടെ അമ്മയല്ലേ, അവർക്ക് എൻ്റെ മോളെ കണ്ണെടുത്താൽ കാണത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? എൻ്റെ മോൾക്ക് അവിടെ കണ്ണീരും കൈയും മാത്രമായിരിക്കും. എനിക്കറിയാം എൻ്റെ 2 മക്കളെ അങ്ങോട്ട് വിട്ടതിന് ശേഷം അവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. ഇപ്പോഴാണെങ്കിലും ജലജയ്ക്ക് നവ്യേനെ കണ്ണെടുത്താൽ കാണത്തില്ല. എത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് ഇപ്പൊ നന്ദുവും കൂടെ അങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ജാനകി എൻ്റെ മോളെ ഒരിക്കലും മരുമോളായിട്ട് അംഗീകരിക്കില്ല. എൻ്റെ മോള് കൈനീരും കൈയുമായിട്ട് നിൽക്കുന്ന കാണാനായിട്ട് എനിക്ക് വയ്യ മൂർത്തി സാറേ. ഇതകത്ത് നിന്ന് കേട്ട നന്ദുവിന് വിഷമമായിപ്പോയി. ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നന്ദു വരുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞു, അത് നിങ്ങളത് പറയും, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ഭാവിയിൽ നിന്നും കൂടെ നോക്കണ്ടേ. 2 മക്കളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടു, ഇനി 3-ാം ഒരാളെ കെട്ടിച്ചു വിട്ടാൽ നാട്ടുകാരെന്ത് പറയും? ഞങ്ങൾ പണം മോഹിച്ചാന്നല്ലേ പറയുള്ളൂ. മൂർത്തി പറഞ്ഞു, പറയുന്നവര് പറയട്ടോ, ഞങ്ങൾ ഞങ്ങളുടെ അനിയുടെ ജീവിതം മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും നോക്കുന്നില്ല. അല്ല, ഞങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടക്കേട് അങ്ങനെ ഉണ്ടായിട്ടല്ല. അനിയോട് ഇഷ്ടക്കേടും ഇല്ല, അനി നല്ല പയ്യനാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജാനകിയുടെ കാര്യം ഓർത്തിട്ട് ജാനകി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അവരെന്തേലും കടുങ്കൈ ചെയ്താൽ പിന്നെ എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം അവിടെ ഒരിക്കലും ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് മൂർത്തി സാറെ ഞങ്ങൾ പറഞ്ഞെന്ന് പറയാം. അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിൽക്കുക. നന്ദുവിന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു നിൽക്കുക. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് നന്ദുവും തയ്യാറായില്ല. എന്ത് വന്നാലും തന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനി മാത്രമേ ഉള്ളൂ. വീട്ടുകാരിപ്പോൾ എതിർത്താലും അധികം വൈകാതെ വീട്ടുകാർ സെറ്റ് ആവുന്നുള്ള കാര്യം നന്ദുവിന് നന്നായിട്ടറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.